ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മളിപ്പോഴേ പള്ളാത്തുരുത്തിയില്ല കേട്ടോ. പള്ളാത്തുരുത്തി നമ്മളത് ഈ പുറകെ കാണുന്നത് നമ്മുടെ ഷട്ടർ തുറന്നു കഴിഞ്ഞ് ഈ കുട്ടനാട് മേഖലയിലെ ഉപ്പ് വെള്ളം കയറി വരും. ഊരുവെള്ളം കയറി വന്നു വെച്ചാൽ അവർക്ക് കുടിക്കാനൊന്നും വെള്ളമോ മറ്റു മാർഗമൊന്നുമില്ല. അപ്പം നമ്മുടെ പള്ളാത്തുരുത്തിയിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. സന്തോഷം. അണ്ണ ഈ വള്ളത്തെ കൊണ്ടുപോകണ എത്ര വീട്ടുകാർക്കാണ് കൊടുക്കുന്നത്? 17 വീട്ടുകാർക്ക് മാക്സിമം. ഇതൊരു 17 വീട്ടുകാർക്ക്. ഇത് എല്ലാ ദിവസവും എടുക്കത്തില്ലേ? ആ, എല്ലാ ദിവസവും വന്നെടുക്കുന്നുണ്ട്. അപ്പം ഇത്തിരി ഈ 5 ടാങ്ക് അടിച്ചുകൊണ്ട് പോയ ഒരു 17 വീട്ടുകാർക്ക്. ഇപ്പം ഷട്ടർ തുറന്ന കാരണം ഈ ഉപ്പ് കയറി വന്ന് കാണും അല്ലേ? ഉപ്പ് കയറി വരും. അത് കാരണം ആ വെള്ളമൊന്നും കുടിക്കാനോ പാചകം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം എല്ലാ വർഷവും ഇതേക്കണെങ്കിൽ ഷട്ടർ തുറക്കുന്ന സമയത്ത് ഇവർ വന്ന് ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകണം. സന്തോഷം ഉണ്ടാക്കുക. അത് നമ്മുടെ പള്ളാത്തുരുത്തി നിന്നാണ് കേട്ടോ വന്ന് വെള്ളം എടുത്തുകൊണ്ട്. നമ്മുടെ ഈ കുട്ടനാട് ഏരിയകളിലല്ലാതെ വേറെ ജില്ലകളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കുട്ടനാട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നാടാണ് ആലപ്പുഴ. ഈ ആലപ്പുഴ ഈ കുട്ടനാട്ടിലെന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളമില്ല. സത്യവാദ. ഈ മഴയൊക്കെ പെയ്യാൻ നേരത്ത് മഴവെള്ളം സംഭരിച്ചാണ് അവർ ആഹാരമൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ ആറ്റിലെ വെള്ളം ഇട്ട് തന്നെയല്ലായിരുന്നു കഞ്ഞിയും എല്ലാം. ആറ്റിലെ വെള്ളം ഉപയോഗിച്ച് തന്നെയായിരുന്നു കഞ്ഞിയും കറിയും എല്ലാം നമ്മൾ വെച്ചോണ്ടിരുന്നത്. അപ്പോൾ ഈ ഹൗസ് ബോട്ടും ഈ ടൂറിസം വകുപ്പ് അങ്ങോട്ട് വന്ന് അല്ലേ, എണ്ണമയം ഈ ഹൗസ് ബോട്ട് ഒരുപാടായിക്കഴിഞ്ഞ് ഈ എണ്ണമയം പിന്നെ എല്ലാ ബോട്ടും പിന്നെ ഞാൻ പറയുമല്ല. പിന്നെ ഈ നമ്മുടെ സെപ്റ്റിക് മാലിന്യം വരെ ഈ ഹൗസ് ബോട്ട് പുറന്തള്ളുന്നു നമ്മുടെ ആറ്റിലേക്ക്. എല്ലാ വെള്ളമല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസായിട്ടൊക്കെ കാരണം ഇപ്പം ആറ്റിലെ വെള്ളം ആരും ഉപയോഗിക്കത്തില്ല. നേരെ ആറ്റിലെ വെള്ളത്തിൽ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഇരുന്നാലും ചോറ് വലിക്കത്തില്ല. അതേ കണക്ക് ഇതായിരുന്നു. ഇപ്പം പൈപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലെന്നുള്ളതാണ്. കുട്ടനാട് മേഖലയിൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയൊരു സങ്കടം തന്നെയാണ്. കാരണം വെള്ളം ചുറ്റിനുമുണ്ട്. ഇവർ താമസിക്കുന്ന എങ്ങോട്ട് നോക്കിയാലും വെള്ളമാണ്. പക്ഷെ അവർക്ക് കുടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യാനായിട്ട് അവർക്ക് വെള്ളമില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അമൽ ബ്രോ വരുന്നുണ്ട്. അപ്പോൾ അമൽ ബ്രോയുടെ കൂടെ നമുക്ക് 1-2 സ്ഥലത്ത് പോകാറുണ്ട്. അപ്പോൾ അമലിന് ഇപ്പം വരുമെന്നൊക്കെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അമലിനെ വെയിറ്റ് ചെയ്തിരിക്കുക, കട്ട വെയിറ്റിങ്ങില്ല. അമൽ വന്നുവെച്ചാ നമ്മൾ അമലിൻ്റെ കുഴി വന്നു കേട്ടോ. ഇത് നെടുമുടിയിലെ കുഴിയാണ് ഇത് അമലിൻ്റെ. അമൽ ഇത് നമ്മൾ ഇട്ടിട്ട് എത്ര നാളായിരുന്നു? ഇതിപ്പോൾ 2-3 ആഴ്ചയായിരുന്നു. 3 ആഴ്ച ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അത്ര ആയിട്ടുണ്ടെന്നോ. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന വരാക്കുഞ്ഞ് ഇപ്പോൾ ഒരു 6 ഇഞ്ച് നീളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ നമുക്ക് 3 കുഴികളുണ്ട് അമലിൻ്റെ. അത് കാണാം. മൂന്ന് കുഴിയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ 2 ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഒന്നായിട്ടാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അത് മുള്ളനായല്ലേ? മീന് നല്ല കിട്ടും. പക്ഷെ ഇവച്ചാൽ അങ്ങോട്ട് വലിപ്പം കാണിക്കുന്നില്ല അല്ലേ അമലിപ്പോ? മീൻ കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ അന്ന് എത്ര ഇട്ടായിരുന്നു? 25,000 ഇട്ടല്ലേ? ഇതും അതും കൂടെ 25,000 കുഞ്ഞിനെ എവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് മുള്ളന്റെ മേലെ ഇരിക്കുന്നുണ്ടേ. മീൻ വലിപ്പം അറിയാത്ത. ഇവിടെ നമ്മളിപ്പോഴും ചെറിയ തീറ്റയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ വേറെ കുളത്തിലൊക്കെ ഇതിൽ വലിയ തീറ്റയാണ് നമ്മൾ ഇടുന്നത്. നമ്മളെ സഹോദരൻ രാഹുലുണ്ട് കേട്ടോ. നമ്മളിവിടെ രാഹുലുണ്ട് നമ്മളിവിടെ. അതിൻ്റെ അകത്താ ഇപ്പുറത്ത് നല്ല ഗുമ്മല്ലേ രാവിലെ? ഇപ്പുറത്ത് അപ്പുറത്ത് അങ്ങോട്ട് കാണിക്കുന്നില്ല. നമ്മുടെ പുറകെ വരുവാ കേട്ടോ. ഇടയ്ക്ക് വരാക്കുഞ്ഞിന് സ്ക്രാച്ചുണ്ട്. മരുന്ന് കൊടുക്കാറായി. ഇടയ്ക്കൊരു ചേട്ടായി എന്നെ വിളിച്ചായിരുന്നു കേട്ടോ.
മീനോ? ആ ഒരു 500 വരാല്ലേ. ഞാൻ പറഞ്ഞ 500 ബുദ്ധിമുട്ടാകും. കാരണം 5000 ഇത് വരുന്നത് അങ്ങന്നല്ല. എവിടുന്നാണ് ഇത് വരുന്നത്? ഇത് വിജയവാഡ. വിജയവാഡ അല്ലേ? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു ചേട്ടായി വരാക്കുഞ്ഞ് ചോദിച്ചായിരുന്നു 500 വേണമെന്നും പറഞ്ഞു. അപ്പം ഈ 500 ബുദ്ധിമുട്ട്. വലുത് വരുന്നു. വേണ്ട കൂട്ടത്തിൽ ഒരെണ്ണം വലുതായി പോയതല്ല. ഇത് വളർച്ച പല വളർച്ച കേട്ടോ. നമ്മൾ കുഞ്ഞിനെല്ലാം കൊണ്ടിട്ട ഒരേ മോഡൽ കുഞ്ഞിനെ ഇട്ട, പക്ഷെ ചിലത് കയറി അങ്ങ് പെട്ടെന്ന് അങ്ങ് വലുതാവുക. ഇപ്പം അമൽ പറഞ്ഞ നമ്മൾ ആദ്യം ഇട്ടില്ല, നമ്മളെ അമലിൻ്റെയൊക്കെ പാതിരപ്പള്ളിയിലെ ആനക്കുളം തന്നെ, ആനക്കുളം അവിടുത്തെ വരാലൊക്കെ ഒരു 100 ഗ്രാം 200 ഗ്രാം ടൈപ്പ് ആയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു 3/4 അടി അല്ലേ? 3/4 അടി, 1 അടി അത്ര അടുത്ത് വരുന്ന വരാലായിട്ടുണ്ടോ? ഞാൻ അത് കാണിച്ചു തരാം. നമ്മൾ അത് ആ കുളത്തിലാണ് നമ്മൾ ആദ്യം ഇട്ടത് വരാൽ കേട്ടോ. അമൽ ബ്രോ, ഇതിന് കൊടുക്കുന്ന ഈ തീറ്റിയെ ഇപ്പം മേടിച്ചിരിക്കുന്ന ഈ എന്നാ 6 എന്നാ ഇതിപ്പോ എത്ര രൂപ ഈ ഒരു ചാക്ക്? ഇത് ഒരു ചാക്കിന് 2200 രൂപ. ഈ ഒരു ചാക്കെന്ന് 2395. 10 കിലോ 10 കിലോയുടെ 20 കിലോ അതിൻ്റെ വില ഇപ്പം പറഞ്ഞു. അതേ കണക്കിന് നമ്മൾ ഇതിൻ്റെ അത് വേച്ചൊന്നുമില്ല. നമ്മളെ മൊത്തം ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് വലുതായി നമ്മൾ വിളവെടുപ്പ് നടത്തുന്ന കാലം വരെ നമ്മൾ ഈ തീറ്റ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ തീറ്റ വലിപ്പമാകും കേട്ടോ. കുറച്ചും കൂടെ വലിയ തീറ്റയായിരിക്കും കൊടുക്കുന്നത്. വണ്ണമ്മമ്മിൻ്റെ 2500 രൂപ. 2500 രൂപ 20 കിലോ. 20 കിലോ അല്ലേ? നമുക്ക് 2395 കിട്ടും. 2500 രൂപ വില, നമുക്ക് 2395 കിട്ടും. ഇതിൻ്റെ മറ്റേതിൻ്റെ ഇത് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ നമുക്ക് 2 കുളമാണ്, അപ്പറയും ഇപ്പറയും. നമ്മൾ അത് ഒന്നായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഇനി ഇതേ കണക്കിന് 3 കുളവും കൂടെ കിടപ്പുണ്ട്. ഇനി ഒരു ദിവസം കൊണ്ട് തീരും. 2 ദിവസം കൊണ്ട് തീരും ഒരു ചാക്കല്ലേ? 2 ദിവസം കൊണ്ട് ഒരു ചാക്ക് തീറ്റി കൊടുക്കുക. ഈ 2000 രൂപയൊന്ന് ആലോചിച്ച് ചോദിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് 5 മാസം 6 മാസത്തെ വളം എടുക്കാം അല്ലേ? പിന്നെ 6 മാസം വരെ ഈ 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഈ 2000 രൂപ വീതം ഇപ്പം മുടക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ വന്നേ ഈ കമൻ്റ് അടിക്കുന്നവർ ആയിരിക്കും നമുക്ക് എല്ലാവരോടും ബഹുമാനമുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ എല്ലാവരും വന്ന് കമൻ്റ് അടിച്ചിട്ട് അമൽ ബ്രോയ്ക്ക് എന്ത് പണിയാണെന്നൊക്കെ എന്തൊക്കെ ചോദിച്ചവരുണ്ട്. അതുകൂടാതെ അമൽ ബ്രോ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ തന്നെ അമൽ ബ്രോ എന്ത് ക്യാമറയാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ക്യാമറയൊന്നും ആരും പഠിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. പിന്നെ അമൽ ബ്രോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 10 വർഷത്തോളം 10 വർഷമല്ലേ? 10 വർഷം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് അവൻ വന്ന് ഇത് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉള്ള കൂട്ടുകാരല്ല, എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സബ്സ്ക്രൈബറാണ്, അങ്ങനെ കൂട്ടായതാണ്. പക്ഷേ എൻ്റെ വീഡിയോയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉറ്റ സുഹൃത്തെന്ന് പറയുന്നത് അമൽ ബ്രോയാണ്. അപ്പം അമൽ ബ്രോ വീഡിയോയോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൂടെ വരുന്നതാണ്. അപ്പം അങ്ങനെ വരുന്നത് അല്ലാതെ നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് വിളിച്ചോ പിടിച്ചോ എന്നല്ല. പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളി വരുന്നതാണ്. നമുക്ക് അത് എന്തുവാ വരുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കമൻ്റ് എഴുതുന്നവരോട് പറയാം, അവൻ ഇപ്പം തന്നെ ഒരു 3, 4, 5 കുളമുണ്ട് അവന്. ആ കുളമെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവന് ഇതേ കണക്ക് മീൻ വളർത്തി അവനിപ്പോൾ ഒരു പൊസിഷനിലേക്ക് നിൽക്കുക. ആ ഒരു പൊസിഷനിലൊക്കെ ആയിട്ട് വേണം നിങ്ങൾ കമൻ്റ് അടിക്കാൻ. ഒരാളെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിലയിരുത്തരുത്. അവനിപ്പം ഈ മീനിൻ്റെ പുറകെ ഇപ്പം ഇങ്ങനെ നടന്ന് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൈക്കുഞ്ഞിനെ നോക്കുന്ന കണക്ക് തന്നെ ഈ മീനെയൊക്കെ നോക്കണം. അതുകൊണ്ടാണ് ഇപ്പം അവൻ നമ്മുടെ വീഡിയോയിൽ ആഴ്ചയിൽ ഒരു ദിവസമോ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മുടെ കൂടെ വീഡിയോയിൽ വരുന്നത്. ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മളുടെ വീഡിയോ കാണേണ്ട ഒരാളാണ്. അപ്പം ഈ ക്യാമറ കൈകാര്യം ചെയ്യാൻ അമൽ പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കണ്ടേ അമലെ? വരുന്നണ്ട വരല് ഔട്ട്പുട്ടിൻ്റെ മറയായത് കൊണ്ടാണ് ഇത് നിൽക്കുന്നത്.
ഇതിന് വീശിയെ കിട്ടാൻ പാടാ. വീശ കിട്ടത്തില്ല അല്ലേ? ഇങ്ങനെ ഉടക്കോല കൊണ്ടോട്ട് മറ്റേ കമ്പനി അടിക്കും. ഞാൻ ഒരു ദിവസം കഞ്ഞിട്ട് കഴിക്കുമ്പോഴേ ഉടക്കോല കൊണ്ടൊന്നും ജെറ്റിൽ വളച്ച് വീശിയെ പായും. പാരല് ഭയങ്കര സ്പീഡാ. ആരിലും കൂലിയും കിട്ടല്ലേ ഞങ്ങൾ പൈസ നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടാ പൈസ. അതെ നമ്മള് കളർ കൊടുത്ത കുളത്തി വന്നു കേട്ടാ. നമ്മുടെ വീടിന്റെ പറ്റുള്ള കുളത്തി വന്നു. എന്തിന്നുണ്ടോടാ ചോദിക്കേ. നമ്മളിത് ഇതെത്ര നാളായിട്ടുണ്ട് നമ്മളെ? 1.5 മാസം. 1.5. ആ ഇല്ലല്ലേ ചോദിക്കേ. എന്ത് വന്നായിരുന്നു? തീറ്റ കൊണ്ട് ജമ്പ് ചെയ്തങ്ങ് പോകും ഉടനെ. അത് കണ്ട നമ്മളെ പിന്നെ അവിടെ ഇട്ട തീറ്റയല്ല കേട്ടാ ഇവിടെ ഇടുന്നത്. ഇവിടെ സൈസ് വലുത്. അത് ഇവിടെ 2mm അല്ലേ? ഇതല്ല അത് വരാ. മീൻ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന വരാല് വലുതായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ തീറ്റയും വലിപ്പമാക്കിയത്. നോക്കിക്കേ. വെള്ളം പച്ച കളറായി പോയതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ അല്ലേ? രാവിലെ ഇതൊരു 1/2 കിലോ 1 കിലോ വലിപ്പമാകുമ്പോ ഒന്ന് ആലോചിച്ച് ചോദിക്കുന്നു. ഇറങ്ങി പിടിക്കാൻ നേരത്ത് അല്ലേ തകർത്ത് വാരും. കുളത്തിൽ ഇറങ്ങും. ഈ വലിപ്പമുള്ളപ്പോ തന്നെ അവൻ്റെ ബഹളം കണ്ടത്. നമ്മള് പോണതിന്റെ പുറകെ പോവുക കേട്ടോ. അതെ അതെ അതെ. ഇവിടുത്തേലാണ് നമ്മൾ 25,000 ഇട്ടിരിക്കുന്നത് കേട്ടോ. 25,000 കുഞ്ഞുങ്ങൾ ഇട്ടിരിക്കുന്ന ഇവിടുത്തേല കണ്ടോ. ഇതാണ് നമ്മുടെ അമൽ ബ്രോ നമ്മളുടെ ക്യാമറ കൈകാര്യം ചെയ്യാൻ വരാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഈ ഇവന്മാരെയൊക്കെ അത്ര പൊന്നുപോലെ നോക്കുന്നത് കേട്ടോ. കാരണം അതേ കണക്ക് കാശ് മുടക്ക് ഇട്ടുണ്ടവൻ. അതേ കണക്ക് തന്നെ അവൻ ഇതിനു വേണ്ടി തന്നെ ഈ ഒരു 4-5 കുളത്തിന് വേണ്ടി തന്നെ അവൻ്റെ സമയം അവൻ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതേ കണക്ക് അവൻ നോക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്. ഇവൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞ് അപ്പം എന്ത് ഇവന് 1-2 കടയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതെല്ലാം വിട്ട് എന്നിട്ട് പിന്നെ പുള്ളിക്ക് ഈ മീനോട് ഭയങ്കര ക്രേസാണ് അവന്. അപ്പോൾ അങ്ങനെ അവൻ ആലോചിച്ച് ഇങ്ങനെ മീൻ വളർത്താനെന്നുള്ള പ്ലാൻ ചെയ്ത് ഒറ്റ അടിക്കായി 5 കുളം ടക്ക് ടക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ പരിപാടി നടത്തി. ഇവിടെ അടുത്ത ബക്കറ്റ് വരും. ഒരു ദിവസം ഇവിടെ ഒരു ചാക്ക് കൊടുക്കും ഒരു ദിവസം. ആ 35 കിലോയുടെ ചാക്ക. 35 ഇതിന് വിലക്കുറവാ. വിലക്കുറവ് വെച്ചാൽ ഇതിന് 106 രൂപ കൊണ്ട് വെച്ചിട്ടുണ്ട്. കിലോ 106 രൂപ. ഇവിടെ ഒരു ദിവസം 16 കിലോ വരുന്നുണ്ട്. ഒരു ദിവസം 16 കിലോ തീറ്റയാണ് ഇവിടെ കൊടുക്കുന്നത് 2 നേരമായിട്ട്. 1 കിലോയ്ക്ക് 106 രൂപ വരുന്നുണ്ടല്ലേ അമല? നമുക്ക് ചാക്കിൽ കുറച്ചായിട്ട് നമ്മളൊരു മാസത്തേക്കുള്ള ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടും. ഓ അതിന്റെ കളർ അടി ഭയങ്കര കളറാണ്. നീ പിടിച്ചിരിക്കുന്ന അവിടെ തന്നെ. അതേ അത് തന്നെ. ഓ അമൽ ബ്രോ ഇല്ല മറ്റേ അത് കാണിച്ച ആദ്യം എടുത്തൊന്ന് കാണിച്ച. ആദ്യം എടുത്തൊന്ന് കാണിച്ച. എൻ്റെ പൊന്നെ
പിന്നെ ഇത് പിന്നെ മറ്റ് കെമിക്കലോ ഒന്നും ഇല്ലാതെ കേട്ടോ. ഞാൻ പിന്നെ കഴുകുന്നൊന്നുമില്ല. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപ്പം മണമുണ്ടല്ലേ, അടിപ്പം മണമുണ്ട്. അവന്മാരില്ല അവിടെ കിടന്നത് നമ്മൾ തീറ്റി ഇവിടെ ഇട്ട് നമ്മുടെ നമുക്ക് വീഡിയോയിലൊന്ന് കാണാനായിട്ട് സൗകര്യത്തിനാണ് നമ്മൾ ഇവിടെയും കുറച്ച് തീറ്റി ഇട്ടത്. പക്ഷെ ഇവിടെ ഇല്ല, അങ്ങേ അറ്റം ഇല്ല. അവന്മാർ വരുന്നുണ്ട്. ഇല്ല അങ്ങേ അറ്റം വന്ന് പൊങ്ങുന്നുണ്ട്. അവന്മാരില്ല അവിടെ കിടന്ന് തീറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ ആദ്യം ഇട്ട നമ്മളെ കുളത്തിൽ പോകാൻ പോകണം. അവിടെയാണ് നമ്മളെ വരാൽ കുറച്ച് വലുതായത് അല്ലേ. ഒരുമാതിരി നല്ല അത് നമ്മൾ 2 മാസമായിട്ടുണ്ടാവില്ല. 2 മാസം 7 ദിവസമായി. 2 മാസവും 7 ദിവസം, അതായത് 67 ദിവസമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ അങ്ങ് ആനക്കുളത്തിൽ പാതിരപ്പള്ളി. അത് അമലിൻ്റെ വീടിൻ്റെ തൊട്ട് പറ്റ തന്നെ. അപ്പം നമുക്ക് ഇനിയിപ്പം ആ കുളത്തിലെ വരാലൊന്ന് പോയി കണ്ടേച്ചും വരാം. നമ്മളെ അമലിൻ്റെ കുളത്തിൽ വന്നു കേട്ടാ. അമലിൻ്റെ വീടിൻ്റെ ഉള്ള പാതിരപ്പള്ളി അമല നമ്മൾ ഇതിൻ്റെ അകത്തെ കുഞ്ഞിനെ അല്ലേ എടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത് 6000 എന്ന് പറഞ്ഞാൽ. അതെ, അവിടെ 6000 നമ്മൾ കൊണ്ട് ആ ചെറിയ കുളത്തിൽ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്ന കുഞ്ഞുങ്ങളെ കേട്ടാ. നമ്മൾ പാതിരപ്പള്ളി ആനക്കുളത്തിൽ വന്നപ്പോൾ നമ്മളിവിടെ നമ്മുടെ കൂട്ടുകാരൻ ഒരാളും കൂടെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജിച്ചു. എന്ത് ജിച്ചു? ഇവിടെയൊക്കെ വെള്ളം കുറഞ്ഞല്ലേ? ഈ തീറ്റി വലിപ്പം ഉണ്ടോടാ കുറച്ചും കൂടി? നോക്കിയ വരാല് ജമ്പ് ചെയ്യുന്ന കണ്ട. വെള്ളം നല്ലതുപോലെ കുറഞ്ഞല്ലോ അമൽ ബ്രോ. ഒരാൾ താഴ്ചയുണ്ട്. ഞാൻ കഴിയാതെ ഇറങ്ങിയായിരുന്നു. തീറ്റ കൊടുത്തരാ ആണോ? ആ അതാ അവിടെ കാണാടാ, അവിടെ കാണാം. നല്ല നല്ല വെട്ടമുണ്ട്. നോക്കിയില്ലേ വരാല് ജമ്പ് ചെയ്യുന്ന കണ്ട. ഇതാ നമ്മളെ 67 ദിവസം അല്ലേ? 67 ദിവസത്തെ വളർച്ച കേട്ടോ. കൈ കൊണ്ട് മറിഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. അല്ല ഉണ്ട്. ആ ഓക്കെ. ഓ ജമ്പിങ്. അതൊക്കെ ഒരു 100 ഗ്രാം ആയിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ചേട്ടച്ചാര് വരാല് കേട്ടാ. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട ഈ കുളത്തിലാണ് നമ്മൾ ഇട്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളർ കൂടി ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെടുമുടി. രണ്ട് മഴയും കൂടെ ഒക്കെ പെയ്ത് കഴിയുമ്പം ഇതാവും അല്ലേ. ഓ ചാടുന്നുണ്ടല്ലേ. ഓ ഇത് ഇവിടെ ഇളകി ഉണ്ടായിരുന്നോ? രാവിലെ തീറ്റ കൊടുത്താൽ ഇപ്പൊ പവറില്ലാത്ത. നമ്മള് കായലിൽ നിന്ന് നമുക്ക് വരാൽ കിട്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാം ടൈപ്പ് 150 ഗ്രാം പുറത്ത് കളയുന്നതാണ്. ആ വലിപ്പമായിട്ടുണ്ട് കേട്ടോ ഈ വരാക്കുഞ്ഞെല്ലാം. ഇവിടുത്തെ 10,000 അല്ലേ ഉള്ളൂ അല്ലേ നമ്മളെ? ഇവിടുത്തെ 10,000 നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല ആവേശത്തിലാണ് ചാടുന്നു. നമ്മളെ ഈ ഒരു കുളത്തിൽ ഈ 10,000 കുഞ്ഞിന് നീ ഒരു ചാക്ക് തീറ്റി എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഇടും? എത്ര ദിവസം ഇടും ഒരു ചാക്ക് തീറ്റ? ഇതിപ്പോ 35 കിലോയുടെ അതൊരു 2.5 ദിവസം കൊണ്ട് തീരും. 35 കിലോ 2.5 ദിവസം അല്ലേ? 2.5 ദിവസം 2.5 നേരം കൊടുക്കാനുള്ളേ ഉള്ളൂ. ഇപ്പൊ ഫിഷറീസുകാർ പറഞ്ഞ് തീറ്റ കുറച്ച് കൊടുത്താൽ ചൂട് കാരണം. ആണോ? നമ്മളിപ്പോ കുറച്ചേക്കോ.
ചൂട് കൂടുതൽ കാരണേ തീറ്റ കുറച്ച് കൊടുത്താന്ന് പറഞ്ഞു. എന്നാലും വെള്ളമുണ്ട്, ഒരാൾക്ക് വേണ്ടി താഴ്ചയുണ്ട് അടുത്ത്. നടുക്ക് അവിടെ ഉണ്ട്. ഈ കുളം നമ്മൾ കോരിയത് ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടല്ലോ. നമ്മുടെ നടുക്ക് നല്ല താഴ്ച ഉള്ളു കേട്ടോ. ഈ സൈഡ് സ്ഥലം വെള്ളക്കുറവുണ്ടെന്നേ ഉള്ളൂ. രാവിലെ തീറ്റ കൊടുത്ത് രാവിലെ ഒരു 5-8 കിലോ കൊടുത്തിട്ടുണ്ട്. ഇത് വെറും 67 ദിവസം കൊണ്ടാണ് ഈ വലിപ്പം വന്നതെന്നും പറഞ്ഞ് നമ്മൾ മേടിച്ചൊരു കുളത്തിയിലിട്ട് അപ്പാപ്പി പറഞ്ഞ പോലെ 67 ദിവസം കൊണ്ട് ഈ വലിപ്പം വന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് ആരും പരാതി പറയരുത്. കാരണം ഈ ഇതുങ്ങൾക്ക് അങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്, അങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിപ്പം വരെ ആയത് കേട്ടോ. ഒരുമാതിരി നല്ല വലിപ്പമായിട്ടുണ്ട്, നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട് എല്ലാ മീനും. അത് ഇനി നമുക്കൊരു 2 മഴയും കൂടെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ഇവനൊക്കെ നല്ലതുപോലെ അങ്ങ് കയറി അങ്ങ് വലുതാവും. ഇതിപ്പോൾ ഈ ചൂടായതുകൊണ്ടാണ് നമുക്ക് തന്നെ നിൽക്കാൻ മേല. അപ്പം മീനിൻ്റെ കാര്യം പറയണം, വെള്ളവും പഴുത്ത് കിടക്കുമായിരിക്കും. ഓല വെട്ടിയിട്ടുണ്ട്, ഓല നിറച്ചു. ഓല ഇട്ടിട്ടുണ്ടല്ലേ? ഓലയും കമ്പും എല്ലാം നിറച്ചിട്ടിട്ടുണ്ട്, മീന് തങ്ങി നിൽക്കാനും വെയിലുള്ളായിരിക്കാനും. ഇതിപ്പോൾ 2 ഓല കാണുന്നുള്ളൂ, പക്ഷെ ഓല താത്തി കുത്തി വെച്ചേക്കോ അടിയിൽ. അതിന് നല്ലപോലെ നിൽക്കാനായിട്ടല്ലേ. ഇവിടെ എല്ലാവർക്കും ഓരോന്ന് കിട്ടുമോടാ മല? പിന്നെ ഓരോന്ന് 10-20 അടിക്കും. ഞാൻ കണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചാട്ടം ചാടിയാണ്. അപ്പോഴേ നമ്മൾ ഈ വലിയ യൂട്യൂബർമാരുടെ ഒപ്പം എന്നെ താരതമ്യപ്പെടുത്തി ആരും കാണരുത്. കാരണം തീരെ ഒരു താഴെ തട്ടിയെന്ന് പറഞ്ഞാൽ, കാരണം 1/2 കിലോ പഞ്ചസാര പോലും മേടിക്കാൻ മാർഗമില്ലായിരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പം ഞാനിപ്പോൾ എത്രയാ ഒരു 500 മേളിൽ വീഡിയോ ഇപ്പം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ആ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിച്ചു, നമുക്ക് പ്രശ്നമില്ല. അല്ലാതെ കമൻ്റ് അടിച്ച് വരുന്നവരെന്ന് പറഞ്ഞാൽ ഇത് കണ്ടൊന്നും താന്നു പോകത്തില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ബന്ധത്തിലുള്ളവരാണെങ്കിലും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും കളിയാക്കുക നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം വേറൊരു ഗുണമുണ്ട്. നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെക്കാട്ടും കൂടുതൽ പേര് നമ്മളെ വിളിച്ച് അന്വേഷിക്കും. അപ്പം ഈ പണി ഉണ്ടായിരുന്നോ, പണിക്ക് പോയിട്ട് വല്ലതും കിട്ടിയോ, അതാണ്. അപ്പം എന്നെക്കണക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ തീരെ താഴെ തട്ടി കിടക്കുന്നവർക്ക്, അതായത് സാമ്പത്തികമായിട്ട് താഴെ തട്ടി കിടക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയല്ല യൂട്യൂബ് ചാനൽ. അത് കയറി വരണമെങ്കിൽ ഒരുപാട് ചിലപ്പം ഒറ്റ വീഡിയോയിൽ ചിലപ്പം കയറിപ്പോകാതിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത സമയത്തെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ലൊരു ഫോൺ പോലും ഇല്ല. കാരണം ഒരു വീഡിയോ എടുക്കാൻ ഒരു ഫോൺ പോലും ഇല്ലായിരുന്നു. അവിടുന്ന് ഞാൻ വന്നതാണ്. അപ്പം ഞാൻ 1-2 വീഡിയോ കൊണ്ടല്ല ഇങ്ങനെ എപ്പോഴും അങ്ങ് ഇപ്പം ഏതാണ്ട് 17,000 പേര് അത്രേ ഉള്ളൂ. എന്നാലും നമ്മളെ താഴ്ത്തിയിരിക്കുന്നവർ ആർക്കെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, തുടങ്ങിക്കോണം. ആരെന്ത് പറയുന്നോ, ആരെന്ന് കമൻ്റ് ഇടുന്നോ ഒന്നും നോക്കണ്ട. പക്ഷെ ചെയ്യുന്ന വീഡിയോ സത്യസന്ധമായിട്ട് ചെയ്താൽ 10,000 നമ്മുടെ കൂടെ വരും. അപ്പം അല്ലാതെ പോരാ, അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ജിച്ചു, രാഹുൽ ഭായ്, അമൽ ബ്രോ. അപ്പം അമൽ ബ്രോയ്ക്ക് ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമൽ ബ്രോ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാനും വീട്ടിലേക്ക് പോയി. ഇപ്പം ഈ നമ്മുടെ മൂപ്പൻ്റെ വീട്, ചെറുക്കപ്പൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ കേട്ടോ. അങ്ങോട്ടൊരു 1/2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ അമലെ, അങ്ങോട്ട് മാറി. അപ്പോൾ അമലിൻ്റെ വീടും അങ്ങോട്ട് മാറി ഒരു 150 മീറ്റർ വേണം അമലിൻ്റെ വീടും. അപ്പം എനിക്കിനി പോകണമെങ്കിൽ 10-13 കിലോമീറ്റർ ഇവിടെ താണ്ടിയാലേ എനിക്ക് എല്ലാം പറ്റത്തുള്ളൂ. അപ്പം ഞാനും പോവും. ഇപ്പം ഭയങ്കര ചൂട്, നമുക്ക് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് നമ്മൾ 2-3 ദിവസമല്ല, ഇപ്പം 3-4 ദിവസമായിട്ട് പണിക്ക് പോകണില്ല. ചെറുക്കാണ്ട കാലം ഒരു കുപ്പിച്ചിരി കൊണ്ട് മുറിഞ്ഞ് അത് പഴുത്തെന്ന് പറയുന്ന കേട്ട്. ഞാൻ വിളിച്ചപ്പം പറഞ്ഞ ഇവിടെ കാല് പഴുത്തിരിക്കുക, അപ്പം ചൊവ്വാഴ്ച തൊട്ട് പണിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്. അപ്പം നാളെ എണ്ണം വരും. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ തുടർന്നും ആക്റ്റീവായിട്ട് നമ്മുടെ മീൻപിടുത്ത വീഡിയോ ആയിരിക്കും നാളെ മുതൽ. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
ഒരു ദിവസം മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ അല്ലെന്നും പറഞ്ഞ് ആരും പിണങ്ങരുത്. നമ്മുടെ പുറമോട്ട് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്, മീൻ പിടിക്കുന്ന വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്ത് നമ്മളത് ആ വീഡിയോ കഴിവതും നമ്മൾ നല്ല രീതിയിൽ കാണിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എനിക്ക് ഈ യൂട്യൂബ് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സഹോദരികൾ, അമ്മ, അച്ഛൻ, പെങ്ങന്മാർ, അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് കിട്ടി. കാരണം നമ്മുടെ ഇപ്പോൾ എന്തുവാ പറയുന്നത്, എൻ്റെ നടുവത്തെ കൊച്ചു തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വണ്ടി മുട്ടി ഇവിടെ ഈ ഷോൾഡറിൽ എല്ലൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള, അതായത് നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ പോലും ഇന്ന് വരെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്ത് പറ്റി, കുറവുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. അതിനൊക്കെ നമ്മൾ സമ്മതിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരൊറ്റ വീഡിയോയുടെ പുറത്ത് നമുക്ക് ഒരുപാട് സഹോദരങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പം ബൈ.